ഏവരും ഉള്ളുരുകി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കാളികുളങ്ങര മൂർത്തി കുടികൊള്ളുന്ന കാളികുളങ്ങര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവം 2024 ജനുവരി മാസം 14-ാം തീയതി, അതായത് ധനു 29 ഞായറാഴ്ച രാത്രി 8:40-നും 9-നും മധ്യത്തിലുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിയേറ്റി. ദേവിക്ക് ഇഷ്ടവഴിപാടായ ആർരൂപം, തട്ടം, സ്വർണ്ണത്താലി, പട്ടുചാർത്തൽ, മുടി വഴിപാടിനുള്ള ചൂൽ എന്നിവ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. മധ്യ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ പറവൂർ താലൂക്ക് നന്ദ്യാട്ടുകുന്നം കരയിൽ സ്ഥിതി ചെയ്യുന്ന പൗരാണികവും സുപ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണ് കാളികുളങ്ങര ക്ഷേത്രം. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലാണ് ഈ ക്ഷേത്രം. ബാലസുബ്രഹ്മണ്യന്റെ പാൽക്കവടിയാടി വരപ്പേ മുരുകാവേ, പാൽക്കവടിയാടി വരപ്പേ മുരുകാവേ. പഴനിമലയിൽ മുരുകന്റെ ബാലസുബ്രഹ്മണ്യന്റെ പാൽക്കവടിയാടി വരപ്പേ മുരുകാവേ, പാൽക്കവടിയായി കാട്ടിൽ മുനീന്ദ്രരെ ഒരു നാളാരുമില്ലാതെ ഭ്രമത്തിങ്കൽ മാതിരിയെ കണ്ടു കാമാർത്തനായി മുറിക്കാതെ വരും സുഖം അങ്ങയോടൊരിയാടാതെ വെച്ചുതീയഗ്രഹത്തിൽ ഞാൻ തീ വയ്ക്കാൻ വന്നൊരപ്പാപി വെന്തു ചത്തു. പൂപകം ദാനങ്ങൾ ചെയ്തു വിത്രന്മാർക്കം വികാസുതനാമൃതൻ സാധാരിയെല്ലാം ദാനാരി സംഘം നിർവഹിച്ചവൻ.
നാരായണ ദേവി നാരായണ. വലിയ വിളക്കിൽ തിരി തറക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഗുരുദേവ പാദസ്പർശത്താൽ പുണ്യം ചെയ്ത ഈ ഉഷാരഭൂമിയിൽ കാളികുളങ്ങര ക്ഷേത്രത്തിന്റെ മാത്രം എന്ന പ്രത്യേകതയുമായി പുതിയും ഇഷ്ടപ്പെടുന്ന ഭക്തവത്സലയും അഭിഷ്ടവരദായിനിയുമായ കാളികുളം കരയിൽ വാഴും ദേവിയുടെ ആ ദിവ്യപ്രഭാവം വലിയ വിളക്കിൽ ആവാഹിക്കുന്ന ബലിവിളക്കിൽ ആവാഹിച്ച് പ്രതിഷ്ഠാപത്തിലേക്ക് കുതിച്ചേരുമ്പോൾ സൂര്യദേവൻ ബലിവിളക്കിന്റെ രൂപത്തിൽ പതിവിലും അല്പം നേരത്തെ ദർശനത്തിനെത്തിയതാണോ എന്ന് തോന്നിക്കുമാറ് കാരുണ്യമൂർത്തിയായ സുപ്രപ്രഭാതിനിയായ അമ്മയുടെ ദർശനം, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ലോകമാതാവിന്റെ ദിവ്യദർശനം, വലിയ വിളക്കിലൂടെ ദിവ്യദർശനമായി ഭക്തജനമന ഫെബ്രുവരി 25-ന്, അതായത് കുംഭം 12 വലിയ വിളക്ക് എഴുന്നള്ളിപ്പിന് ശേഷം മഹാഗുരുതി പൂജയോടുകൂടി നട അടക്കുകയും ചെയ്യുന്നു. അടുത്ത അമ്പലവിശേഷവുമായി ഉടൻ വരാം. നമസ്തേ.